Hi everyone, a very good morning to all. In last class we discussed about short-term capital gain. Today we gonna discuss about long-term capital gain. Already കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആവാൻ 12 months, 24 months അല്ലെങ്കിൽ 36 months ഹോൾഡിംഗ് പീരീഡ് ലെസ് ദാൻ ആയിട്ടുള്ള അസറ്റുകളെയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ട്രാൻസ്ഫറിലൂടെ കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. അപ്പോൾ 12 months, 24 months, 36 months മേലെ യൂസ് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റുകളെയാണ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുക. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. സെയിൽസിൽ നിന്ന് എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടും. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുക. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സെയിൽസ് കൺസിഡറേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതും. ദെൻ എക്സ്പെൻസസ് റിലേറ്റഡ് ടു സെയിൽസ്, അതിൽ മെയിൻലി വരുന്നത് ബ്രോക്കറേജ് ആണ്. ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ കിട്ടും. ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ കുറയ്ക്കുന്ന പോലെ കുറയ്ക്കും. ബട്ട് ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇൻഡെക്സ് ചെയ്തതിന് ശേഷമാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും എങ്ങനെയാണ് കാണാമെന്ന് നോക്കാം. അതിന് മുൻപ് ഇൻഡെക്സേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇന്നത്തെ വാല്യൂവിനെ ഇൻഫ്ലേഷൻ റേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡെക്സേഷൻ എന്ന് പറയുക. അപ്പം അതിന് ഇൻകം ടാക്സിൽ CII കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. ഇത് ഇൻകം ടാക്സ് ഓരോ വർഷം റിവൈസ് ചെയ്യുന്ന ഓരോ വർഷത്തിനും, ഇപ്പോൾ 2020-21 ഒരു പർട്ടിക്കുലർ 301 അതിൻ്റെ ഇൻഡെക്സേഷൻ നമ്പർ. ഓരോ വർഷത്തിനും CBDT ഈ CII അതായത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തുല്യമായി ഇന്നത്തെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യണതിനെയാണ് നമ്മൾ ഇൻഡെക്സേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഓരോ ഫൈനാൻഷ്യൽ ഇയറിലും ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള CII കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും ഇൻഡെക്സേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ നോക്കാം. ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിനും കോമൺ ആയിട്ടൊരു ഇക്വേഷനാണ് വരുന്നത്. അതായത് പർച്ചേസ് കോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഇൻറ്റു CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സോൾഡ് ഡിവൈഡഡ് ബൈ CII ഫോർ ദ ഇയർ ഇൻ വിച്ച് അക്വേർഡ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഓർ പ്രൂവ്ഡ്. ഇതാണ് ഇക്വേഷൻ. സെപ്പറേറ്റ് പറയുമ്പോൾ അറിയാം ഇത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഇക്വേഷനാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. അതായത് അക്വിസിഷൻ ആണെങ്കിൽ അക്വിസിഷൻ ആ പർച്ചേസ് ചെയ്തതിൻ്റെ കോസ്റ്റ് നോക്കാം. ഇപ്പോൾ 30,000 രൂപ ആണെങ്കിൽ 30,000 ഇൻറ്റു എന്താണ് CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ചെയ്തത് സെയിൽ ചെയ്തത് ഏത് ഇയറിലാണോ ആ ഇയറിലെ, ഇപ്പോൾ 2002 വിചാരിക്കുക. അപ്പോൾ ആ ഇയറിലെ ട്രാൻസ്ഫറിൻ്റെ CII ആ ടേബിളിൽ നോക്കിയിട്ട് എഴുതുക. ഡിവൈഡഡ് ബൈ എന്നാണോ പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ അക്വയർ ചെയ്തത് അതിൻ്റെ CII ഡിനോമിനേറ്റർ ആയിട്ട് വരും. ഇതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക. ഇൻറ്റു CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഓർ സെയിൽ ചെയ്തതിൻ്റെ CII ഡിവൈഡഡ് ബൈ എന്താണ് CII ഫോർ ദ ഇയർ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കിട്ടും. കോമൺ ആയിട്ട് ഇത്രയേ ഉള്ളൂ. അക്വിസിഷൻ ആണെങ്കിൽ അക്വിസിഷൻ്റെ കോസ്റ്റ്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിൻ്റെ കോസ്റ്റ് ഇൻറ്റു എന്നിട്ട് ട്രാൻസ്ഫറിൻ്റെ CII ന്യൂമറേറ്റർ വരും. ഡിനോമിനേറ്റർ എന്താണ് അക്വിസിഷൻ ആണെങ്കിൽ അക്വിസിഷൻ്റെ ഇയറിൻ്റെ CII, ഇംപ്രൂവ്മെൻ്റ് ആണ് ഇംപ്രൂവ് ചെയ്ത ഇയറിൻ്റെ CII. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ഷോർട്ട് ഫോമാണ് LTCG. ഇത് കാണുന്ന ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇതിനകത്ത് അക്വേർഡ് ഡേറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ അക്വയർ ചെയ്തപ്പോൾ വരുന്ന കോസ്റ്റ് 1,75,000 തരുന്നുണ്ട്. പിന്നെ സെയിൽ ചെയ്തത് അതായത് ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റും ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ എമൗണ്ട് 18,62,000 തന്നിട്ടുണ്ട്. സെയിൽസിൽ വരുന്ന ബ്രോക്കറേജ് 18,000 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ
നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിൻ്റെയും അക്വിസിഷൻ്റെ വരുന്ന ആ ഡേറ്റിൻ്റെയും CIIയും നമുക്ക് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സെയിൽസ് 18,62,000, അതിൽ നിന്ന് ബ്രോക്കറേജ് ഡിഡക്റ്റ് ചെയ്യാണ് 18,000. അപ്പോൾ നമുക്ക് 18,44,000 ആൻസർ നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് കിട്ടും. അതിൽ നിന്ന് നമുക്കറിയാം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനാണ് ഡിഡക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ലോങ് ടൈം ആകുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിഡക്റ്റ് ചെയ്യണം. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, അക്വിസിഷൻ കോസ്റ്റ് ഇൻറ്റു, അവിടെ ഞാൻ അത് എഴുതിയിട്ടില്ല, ഇൻറ്റു CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ CII ഫോർ ദ ഇയർ ഓഫ് അക്വിസിഷൻ ഓർ പർച്ചേസ്. ഇതാണ് ഈ ഇക്വേഷൻ അല്ലേ. അതായത് ഓർക്കുക, നിങ്ങൾ മേളിൽ ന്യൂമറേറ്റർ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്ത CII മിക്കവാറും പ്രീവിയസ് ഇയറിലാണ് ട്രാൻസ്ഫർ നടക്കുക അല്ലേ. അപ്പോൾ നമുക്കറിയാം അത് 301 ആയിരിക്കും, അത് ഫിക്സ്ഡ് ആണ്. 2020-21 301 ആണ് CII. അപ്പോൾ എപ്പോഴും ഇത് ഫിക്സ്ഡ് ആയിരിക്കും. നമുക്കറിയാം, നമുക്ക് ഈ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സെയിൽ നടക്കുന്നത് പ്രീവിയസ് ഇയറിലായിരിക്കും. നമ്മുടെ പ്രീവിയസ് ഇയർ ആണ് 2021. അപ്പം ന്യൂമറേറ്റർ ട്രാൻസ്ഫറിൻ്റെ CIIയും അക്വിസിഷൻ ആണെങ്കിൽ അക്വിസിഷൻ്റെ CII ആണ് ഡിനോമിനേറ്റർ വരിക. അപ്പം നമുക്കറിയാം ഇവിടെ അക്വിസിഷൻ കോസ്റ്റ് 1,75,000 ആണ്, ട്രാൻസ്ഫറിൻ്റെ CII 301ഉം, അതുപോലെ അക്വിസിഷൻ്റെ CII അതായത് 2005 നമുക്ക് അക്വിസിഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടേബിളിൽ നോക്കുക, 2005-06 പീരീഡിലെ CII 117 ആണ്. നമുക്ക് 4,50,214 ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടും. ഇത് ഫോർമാറ്റിൽ എടുത്തെഴുതുക. സെയിൽസിൽ നിന്ന് നമ്മൾ ബ്രോക്കറേജ് ഓൾറെഡി കുറച്ചപ്പോൾ നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് കിട്ടി. അതിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 4,50,214 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 13,93,786 നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ LTCG കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലത്തിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതായത് അക്വിസിഷൻ കോസ്റ്റ് നമുക്ക് 1,33,000, അതിൻ്റെ ഡേറ്റ് 1st January 2003 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് അക്വയർ ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്, അതിൻ്റെ ഡേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് ആ ഇയറിലെ CII നമ്മൾ ആ ടേബിളിൽ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ വരുന്നത് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഇയറിലെ CII നമ്മൾ നോക്കണം, 2005. പിന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കൂടി ഉണ്ട്, 2nd February ആണ്. 2nd Februaryയിലെ CIIയും കൂടെ നമ്മൾ നോക്കണം. അതെല്ലാം താഴെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. പിന്നീട് തന്നിട്ടുള്ളത് സെയിൽസ് കൺസിഡറേഷൻ ആണ്, 15,23,000. നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ സെയിൽസ് എഴുതുക. സെയിൽസ് 15,23,000 ആണ്. അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒരെണ്ണം, 2 ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ കോസ്റ്റ് നോക്കുക, 1,33,000 ഇൻറ്റു, ഇനി എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്ത ഇയറിലെ CII അത് നമ്മൾ പറഞ്ഞു ഓൾറെഡി, പ്രീവിയസ് ഇയറിലാണ് ട്രാൻസ്ഫർ. സോ 301 അത് ഫിക്സ്ഡ് ആയിരിക്കും, ഡിവൈഡഡ് ബൈ അക്വിസിഷൻ ഇയറിലെ ഇൻഡെക്സ് അത് 105 ആണ്. അപ്പോൾ നമുക്ക് 3,81,267 ഒന്നാമത്തെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടും. പിന്നെ വരുന്നത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് 2 എണ്ണം വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒന്നാമത്തെ 1st April 2005 1 lakh ഇൻറ്റു ട്രാൻസ്ഫർ ചെയ്ത ഇയറിലെ CII 301 ഡിവൈഡഡ് ബൈ ഇംപ്രൂവ് ചെയ്ത ഇയറിലെ CII, അതായത് ഇംപ്രൂവ് ചെയ്തത് എന്നാണ്, February 2008 ആണ്. ക്വസ്റ്റ്യനിൽ 2005 CII തന്നിട്ടുണ്ട്, 117 ആണ്. അപ്പോൾ 301 ഡിവൈഡ് ബൈ 117 ഇൻറ്റു 1 lakh 2,57,265 നമുക്ക് കിട്ടും. പിന്നെ ഒരു കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും കൂടെ ഇൻഡെക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് 3,20,000 ആണ്. February 2008 അത് ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കോസ്റ്റ് 3,20,000ഉം ട്രാൻസ്ഫർ ചെയ്ത ഇയറിലെ CII 301ഉം ഇംപ്രൂവ് ചെയ്ത ഇയറിലെ, അതായത് 2007-8 CII നമുക്ക് തന്നിട്ടുണ്ട്,
129 ആണ്. നമുക്ക് 7,46,667 കിട്ടും. അപ്പോൾ ഈ 3 ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ 13,85,199 കിട്ടും. അത് നമ്മൾ ആ നെറ്റ് സെയിൽസ് കൺസിഡറേഷനിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1,37,801 LTCG ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഈ ഒരു പ്രോബ്ലം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുക, ഇതിൽ ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്യുന്നതാണ് പറയുന്നത്. എക്സാക്റ്റ് എമൗണ്ട് അല്ല തന്നിരിക്കുന്നത്, നമ്മൾ നമ്പർ ഓഫ് ഷെയർസും ഇതിൻ്റെ പെർ കോസ്റ്റുമാണ് തന്നിട്ടുള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ട് ബ്രോക്കറേജിൻ്റെ ഒരു ഇൻഫർമേഷൻ കൂടി ഉണ്ട്. ഇവിടെ ആദ്യം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണണം. ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ എമൗണ്ട് പെയ്ഡ്, അതായത് അക്വിസിഷന് വേണ്ടി വരുന്ന ആ കോസ്റ്റ് പ്ലസ് ബ്രോക്കറേജ് നമ്മൾ ആഡ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. സെയിൽസിൻ്റെ ടൈം ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക, ബ്രോക്കറേജ് അതിൽ നിന്ന് ലെസ് ചെയ്യാണ് ചെയ്യുക അല്ലേ. അപ്പോഴാണ് നമുക്ക് നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് കിട്ടുക. അതുപോലെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണെങ്കിൽ ബ്രോക്കറേജ് നമ്മൾ എന്ത് ചെയ്യും, ആ എക്സ്പെൻസസ് ആഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന ആൻസറിലാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഉണ്ട്, ബ്രോക്കറേജും ഉണ്ട്. അത് രണ്ടും ആഡ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഇൻഡെക്സ് ചെയ്യാനായിട്ട്. നമുക്ക് ഫോർമാറ്റ് എഴുതാം. ആദ്യമായിട്ട് സെയിൽസ് എഴുതും. സെയിൽസ് ഇവിടെ 80,000 ആണ്. അതായത് നമ്മൾ പറഞ്ഞു 2,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് 40 ആണ് അല്ലേ. 40 rupees പെർ ഷെയറാണ് നമ്മളിവിടെ വിൽക്കുന്നത്. അപ്പോൾ 2,000 × 40 80,000 കിട്ടി. അതിൽ നിന്ന് ബ്രോക്കറേജ് ഡിഡക്റ്റ് ചെയ്യണം. ബ്രോക്കറേജ് എത്രയാണ് പറയുന്നത്, 1 പെർ ഷെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ 2,000 ഷെയർസ് അക്വയർ ചെയ്ത് തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ 2,000 × 1 2,000. അപ്പോൾ നമുക്ക് സെയിൽസിൽ നിന്ന് ഈ ബ്രോക്കറേജ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 78,000 നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് കിട്ടും. ഇതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻഡെക്സ്ഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇവിടെ എങ്ങനെയാണ് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെന്ന് മനസ്സിലായത്, ഈ ഷെയർ ആണെങ്കിൽ 24 months, അതായത് 2 yearsന് മേലെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് 2002-ലും വിൽക്കുന്നത് 20-ലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി 2 years എബോവ് ഉണ്ട്. അപ്പോൾ ഇത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ആദ്യം കാണാം. അത് നമുക്കറിയാം, 2,000 ഷെയർസ് 15 രൂപയ്ക്കാണ് മേടിക്കുന്നത്. 2,000 × 15 30,000. അതിൻ്റെ കൂടെ പർച്ചേസിൻ്റെ എക്സ്പെൻസസ് ആണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 30,000-ൻ്റെ കൂടെ 1,000 ആഡ് ചെയ്യുമ്പോൾ 31,000 കിട്ടും. ദെൻ അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അക്വിസിഷൻ കോസ്റ്റ് 31,000 ഇൻറ്റു കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ. നമുക്കറിയാം ലാസ്റ്റ് ഇയറിൽ പ്രീവിയസ് ഇയറിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത് 300 ഡിവൈഡഡ് ബൈ അക്വിസിഷൻ ഇയറിലെ CII, അത് 105 ആണ്. അതായത് അക്വയർ ചെയ്യുന്നത് 2002-ലാണ്. അപ്പോൾ ടേബിളിൽ നോക്കുമ്പോൾ 2002-3 ആ പീരീഡിൽ 105 ആണ് CII. അപ്പോൾ നമുക്ക് അതിനെ ഇൻഡെക്സ് ചെയ്യുമ്പോൾ 88,867 കിട്ടും. അപ്പം നമ്മൾ മൊത്തം നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് ആയ 78,000-ൽ നിന്ന് ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 10,867. അത് നമുക്കറിയാം നെഗറ്റീവ് ഫിഗറാണ് വരിക. അപ്പോൾ ക്യാപിറ്റൽ ലോസാണ് നമുക്ക് കിട്ടുക. ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. ഈ ഏരിയയിൽ നിന്ന് വരാവുന്ന തിയറീസാണ് what do you mean by capital asset. Capital asset means any kind of property that is held by an assessee, whether it is connected with business or profession. It may be movable or non-movable, tangible or intangible, shares or other kind of assets. അപ്പോൾ ബിസിനസ്സിനോ പ്രൊഫഷനായിട്ടോ കണക്ഷൻ ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള അസസി പോസസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. അത് മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം, ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം. ഷെയർസ് ഇതെല്ലാം തന്നെ ക്യാപിറ്റൽ അസറ്റിൽ വരുന്നതാണ്. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്നുള്ളത് അറിയാം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് എന്താ, 24, അതുപോലെ തന്നെ 12, 36 months ഓരോന്നിനും കാറ്റഗറി ഉണ്ട്. അതിന് താഴെ പീരീഡുകളിൽ നമ്മൾ അതിനേക്കാൾ കുറവ് പീരീഡ് ഹോൾഡ് ചെയ്യുന്ന അസറ്റുകളാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. അതിൽ നിന്ന് കിട്ടുന്ന ഗെയിനാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇനി ഈ പീരീഡിനേക്കാളും മേലെ നമ്മൾ യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റാണ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. അതിൽ നിന്ന് ട്രാൻസ്ഫറിൽ നിന്ന് കിട്ടുന്ന ഇൻകാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ.
ഓക്കെ. ഇനി ഇൻഡെക്സേഷൻ എന്താണെന്ന് ചോദിക്കും. അതായത് നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഇൻഫ്ലേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുക. ഇൻഡെക്സേഷന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ആണ്. അത് എല്ലാ വർഷവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിവൈസ് ചെയ്യും. ഡിഫറൻസ് ബിറ്റ്വീൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നമുക്കറിയാം അതിൻ്റെ മീനിങ് തന്നെയാണ് അതിൻ്റെ ഡിഫറൻസ് മെയിൻലി വരുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ചോദിക്കാം. അത് നമുക്കറിയാം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ സെയിൽസ് ലെസ് എക്സ്പെൻസസ് ലൈക്ക് ബ്രോക്കറേജ്, അപ്പം നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് കിട്ടും. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ആക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറച്ചാൽ STCG കിട്ടും. ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ സെയിൽസ് മൈനസ് ബ്രോക്കറേജിലേക്ക് എക്സ്പെൻസസ് കുറച്ചാൽ നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് കിട്ടും. അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ആക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് LTCG ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും നോക്കുക. ഇത്രയും ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.